ഈ ഷെല്ല് മാറിയപ്പോൾ സാധനം ഊരി എടുത്തോണ്ട് വണ്ടി ഞാൻ കാണിച്ചു തരാം. തലമണ്ട ആരും അടിച്ച് പൊട്ടിച്ചെന്നെ കൊണ്ട്. കുറച്ച് പേരെടുത്ത് വഴിയൊക്കെ ചോദിച്ചായിരുന്നു. ഈ ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്, അതുവഴി പോവരുത്. ആ ഒരു ചെറിയ തടം കയറി പോകുമ്പോഴത്തേക്കാണ് ഷോപ്പ്. വേണമെങ്കിൽ ചെറുതാക്കിച്ചോ. അവിടെ വേറെ കുറച്ച് മീറ്ററുകളുടെ വർക്ക് നടന്നുകൊണ്ടിരുന്നുണ്ട്. നമ്മൾ എന്നെ ചെറുതായിട്ടൊന്ന് അയച്ച് പണിയാന്ന് വിചാരിച്ചു. ആദ്യം നമുക്കിതിന് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കണം. പണി തന്നെ അവനും പറ്റും, പണി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പാട്. ഇപ്പോൾ ശരിയായി. ഈ ഒരു ചെറിയ ഐറ്റമാണ് നമുക്കിട്ട് ഇത്രയും വലിയൊരു പണി തന്നത്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഷെല്ല് ചെറിയ രീതിക്ക് ക്രാക്കും അതിൻ്റെ സ്വിച്ച് ഓഫിൻ്റെ അടുത്തേക്ക് ഏകദേശം തീരുമാനമായി. അപ്പോൾ അതുവഴി വെള്ളം ഇറങ്ങും. കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കിയപ്പോൾ ഇതൊന്നും മാറാത്തതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയൊരു ഷെല്ല് കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഇങ്ങനെ മാറിക്കളയല്ലേ. ഈ ഷെല്ല് മാറിയപ്പോൾ മീറ്റർ ഉണ്ട്, ഒരു പുതിയ മീറ്റർ പോലെ ആയി. എന്ന് വെച്ചാൽ നമുക്കിത് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. കുറേ സാധനങ്ങളൊക്കെ അയച്ചു പറക്കി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ടാസ്ക്കാണ് ഇത്. വൈബ്രേഷനൊക്കെ ഇല്ലാത്ത രീതിയിൽ ഞാൻ സൈക്കിൾ ട്യൂബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കായിരുന്നു. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാ വയറും എടുത്ത് കൊടുത്ത് എല്ലാം വർക്കിംഗ് ആണോ നോക്കിയതിന് ശേഷം മാത്രമേ തിരിച്ചെടുത്ത് സെറ്റ് ചെയ്ത് തുടങ്ങാവൂ. ഇല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മൊത്തം അയച്ചു പറക്കേണ്ടി വരും. ഈ മീറ്റർ അയച്ചുകൊണ്ട് പോകുന്നതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പടമാവും. ഈ ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റൊന്നും വർക്ക് ആവില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇൻഡിക്കേറ്റർ തിരിയാൻ നേരത്ത് വണ്ടി ഒന്ന് ഇടിക്കുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ. സോ ബൈ.